സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അരങ്ങൊരുങ്ങിയിരിക്കുന്നു. എന്നാലും വിവിധ വിഭാഗങ്ങളുടെ ഏകോപന പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കോഴിക്കോട് നിന്നും ഘോഷയാത്രയെ പുറപ്പെട്ട സ്വർണ്ണക്കപ്പ് ഇന്ന് വൈകിട്ടോടെയാണ് ജില്ലയിലേക്ക് എത്തുക. മിഥുൻ മുരളി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, എന്തായാലും ടീം ജനവും സജ്ജമാണ്. കലോത്സവ വേദിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളൊക്കെ എത്തിക്കാൻ എന്തായാലും കൊല്ലം പൂർണ്ണമായി ഒരുക്കി കഴിഞ്ഞില്ലേ? കൊല്ലത്തിന്റെ ഏതൊരു ഭാഗവും, കൊല്ലം നഗരത്തിന്റെ ഓരോ ഹൃദയഭാഗവും, ഓരോ ഭാഗങ്ങളും, ഓരോ പഞ്ചായത്തുകളും എല്ലാം കലോത്സവത്തെ വരവേൽക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്, ആ ആവേശത്തിൽ തന്നെയാണ്, ഉത്സവ ലഹരിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം. ഇന്ന് വൈകിട്ടോട് കൂടി സ്വർണ്ണക്കപ്പ് ഇവിടെ എത്തുമ്പോൾ അതൊരു വിളംബര ഘോഷയാത്രയായി മാറും. കലാപ്രകടനങ്ങളുമായിട്ട് കൊല്ലത്തെ കലാകാരന്മാരും കലാപ്രതിഭകളും എല്ലാം ഈ സ്വർണ്ണക്കപ്പിനൊപ്പം ചേരും. ഇന്ന് കുളക്കടയിലാണ്, കൊല്ലത്തിന്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള കുളക്കടവിലാണ് ഈ സ്വർണ്ണക്കപ്പ് മന്ത്രി KN ബാലഗോപാലിന്റെയും ചിഞ്ചൂർ റാണിയുടെയും KB ഗണേഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി കൊല്ലം ജില്ലയിലേക്ക് എത്തിക്കുക. അതിനുശേഷം വിവിധ പോയിന്റുകളിൽ, വിവിധ സ്കൂളുകളിലെല്ലാം നേതൃത്വത്തിൽ ഈ സ്വർണ്ണക്കപ്പിന് വരവേൽപ്പ് നൽകും. പിന്നീട് ആശ്രമ മൈതാനത്തേക്ക് വൈകിട്ട് 6:45 സ്വർണ്ണക്കപ്പ് എത്തുക. അപ്പോഴും വലിയ സ്വീകരണമായിരിക്കും ഇവിടെ നൽകുക. അതൊരു വിളംബര ഘോഷയാത്ര ജാഥയായിട്ട് തന്നെ കൊല്ലം നഗരം മുഴുവനായിട്ട് ഈ ആവേശത്തിലേക്ക് അണിചേരും. നമ്മളിപ്പോൾ ഉള്ളത് ആശ്രമ മൈതാനത്തെ പ്രധാന വേദിയിലാണ്. 60,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരേ സമയം 10,000-ലധികം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പ്രധാന വേദി സജ്ജമാക്കിയിരിക്കുന്നത്. ഇവരെ നാളെ രാവിലെ ആദ്യ മത്സരം, പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരമാണ് ഇവിടെ അരങ്ങേറുക. അതിന് മുൻപായിട്ട് രാവിലെ 9 മണിക്ക് പതാക ഉയർത്തൽ, 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ആദ്യ മത്സരമായിട്ട് പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരവും ഇവിടെ അരങ്ങേറും. അവസാനവട്ട തയ്യാറെടുപ്പുകളെല്ലാം ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്തലിന്റെ സമർപ്പണ ചടങ്ങുകളും മറ്റും ഇന്നലെ മന്ത്രി V ശിവൻകുട്ടി നിർവഹിക്കുകയും ചെയ്തിരുന്നു. അവസാനമായിട്ടുള്ള ചില ക്രമീകരണങ്ങളൊക്കെയാണ് ഈ 24 വേദികളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണ കലവറയുടെ, പാചകപ്പുരയുടെ പാലുകാച്ചൽ ചടങ്ങ് ഇന്ന് രാവിലെ 11:30 ക്രയോൺ സ്കൂളിൽ നടക്കും. അവിടെയാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് രാത്രി ഭക്ഷണത്തോടു കൂടി തന്നെ കലവറ സജീവമാകും. കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോലെ തന്നെ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ ഭക്ഷണ കൈപുണ്യത്തോടു കൂടിയുള്ള ഭക്ഷണം തന്നെയാണ് ഈ കലോത്സവത്തിനെത്തുന്ന ആളുകൾക്കെല്ലാം രുചി പകർന്നുകൊണ്ട് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യവുമുണ്ട്. കഴിഞ്ഞ തവണ ചില അനാവശ്യ വിവാദങ്ങളൊക്കെ കൂടി, ചില പ്രതിസന്ധികളൊക്കെ ഈ കാര്യത്തിൽ ഉണ്ടാക്കിയെങ്കിലും ഇത്തവണ സസ്യാഹാരം തന്നെ കലോത്സവത്തിന് ഒരുക്കിയതോടുകൂടി ആ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരും കടന്നതോടുകൂടി പഴയ മോഹനൻ നമ്പൂതിരിയും തിരിച്ചെത്തിയിരിക്കുന്നു. അവിടെ അദ്ദേഹവും ഭക്ഷണ ക്രമീകരണങ്ങളുമായിട്ട് സജീവമായിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6:30 ഔദ്യോഗികമായിട്ട് കൊല്ലത്തേക്ക് എത്തുന്ന മലബാർ മേഖലയിൽ നിന്ന് കാസർഗോഡ് നിന്ന് വരുന്ന ടീമിന് 25 അംഗ വിദ്യാർത്ഥികളുടെ സംഘത്തിന് ഇവിടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സംഘാടക സമിതിയുടെ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അവരാണ് ഔദ്യോഗികമായിട്ട് കൊല്ലത്തേക്ക് എത്തുന്ന സംഘം. കാസർഗോഡ് നിന്നും എത്തുന്ന സംഘം, അവർക്ക് സ്വീകരണം 6:30 ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമെല്ലാം പ്രത്യേകം കൗണ്ടറുകളും മറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ വേദികളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കുമൊക്കെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാം എത്തിക്കുന്നതിന് കലോത്സവ വണ്ടികൾ എന്ന പേരിൽ 30-ലധികം വാഹനങ്ങളും ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ക്രമീകരിച്ചിട്ടുണ്ട്. 31-ലധികം സ്കൂളുകളാണ് ഇവർക്ക് താമസ സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 14 സ്കൂളുകൾ പെൺകുട്ടികൾക്കും 9 വിദ്യാലയങ്ങൾ ആൺകുട്ടികൾക്കുമായിട്ട് കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള സ്കൂളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ പെൺകുട്ടികൾക്കുള്ള സ്കൂളുകളിൽ പ്രത്യേകം വനിതാ പോലീസിന്റെ സാന്നിധ്യവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യം, മറ്റ് സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം ഈ സ്കൂളുകളിലുമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആ കലോത്സവത്തിന്റെ ഹൃദയത്തുടിപ്പിലേക്ക്, ആ കലോത്സവ താളങ്ങളിലേക്ക്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര ഉത്സവത്തിന് ഈ വേദി സജ്ജമാകും. ഞാൻ നിൽക്കുന്ന ഈ വേദി ഇവിടെയാണ്. 60,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ആശ്രമ മൈതാനത്തിൽ, കൊല്ലത്തിന്റെ ഹൃദയഭാഗത്തുള്ള ആശ്രമ മൈതാനത്ത് ഇനി തിരിതെളിയാൻ പോകുന്നത് കലോത്സവ മാമാങ്കത്തിന്. 10,000-ലധികം ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 4ാമത് കലോത്സവമാണ് കൊല്ലത്ത് ഇത്തവണ എത്തുന്നത്. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊല്ലത്തിലേക്ക് ഈ കലോത്സവം എത്തുന്നത്. 2008-ലായിരുന്നു അവസാനമായി കൊല്ലത്ത് കലോത്സവ മാമാങ്കം അരങ്ങേറിയത്. അതിനുശേഷം 1.5 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് വിരുന്നെത്തുന്ന ആ കലോത്സവം ഏറ്റവും ഗംഭീരമാക്കാനുള്ള, കുറ്റമറ്റ രീതിയിലാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി സംഘാടകർ 20ഓളം സബ് കമ്മിറ്റികളും മറ്റും അനുബന്ധ കമ്മിറ്റികളുമൊക്കെ ഈ സജ്ജീകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഭക്ഷണ കമ്മിറ്റി, അക്കോമഡേഷൻ കമ്മിറ്റി, രജിസ്ട്രേഷൻ കമ്മിറ്റി എന്ന് തുടങ്ങി സംഘാടക സമിതിയുടെ കീഴിൽ 20-ലധികം സബ് കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത്. രജിസ്ട്രേഷൻ ഇന്ന് രാവിലെ 9:30 കൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഭക്ഷണ കമ്മിറ്റിയും ഭക്ഷണ
ഭക്ഷണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അക്കോമഡേഷൻ കമ്മിറ്റി അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഓരോ വിഭാഗങ്ങളും അവരുടേതായ ചുമതലകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ കലോത്സവം ഗംഭീരമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നാട്ടുകാരും ഈ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമെല്ലാം സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഹരിത പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു കലോത്സവമാണ് ഇത്തവണത്തേത്. അതുകൊണ്ട് പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കാതെയുള്ള ഒരു കലോത്സവം ഗംഭീരമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുമായി ഹരിതകർമ്മസേനയുടെ അടക്കമുള്ള ആളുകൾ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഏകോപന പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു കലോത്സവം തന്നെ നടത്തി എടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് സംഘാടകർ മുന്നോട്ട് പോകുന്നു. നാട്ടുകാരും അതിനൊപ്പം തന്നെ ചേർന്നിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളുടെ എല്ലാം പരിശ്രമം കുറ്റമറ്റ രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു കലോത്സവം തന്നെയാകും ഇവിടെ ഉണ്ടാകുക. ഇത്തവണത്തെ കലോത്സവം ഗംഭീരമാക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരും സംഘാടകരുമെല്ലാം ഇപ്പോൾ. ശരി, എന്തായാലും കൗമാരോത്സവത്തിന് സർവ്വസജ്ജമായി കൊല്ലവും. ഇനി പ്രധാന സേവകരെ വരവേൽക്കാൻ പൂർണ്ണമായി തയ്യാറായി തൃശ്ശൂരും.